الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് അവനെ മുറുകെ പിടിച്ച് അവന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റാൻ ഒരു തീരുമാനം കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. എന്താണ് ആ തീരുമാനം? വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് വഅ്തസിമൂ ബില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ചില കഴിവുകളും ചില നേട്ടങ്ങളും ചില പദവികളും സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഒക്കെ ഉണ്ടായാലും നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ ഒന്നിനും കഴിയാത്തവരാണ്. അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിജയത്തിന്റെയും നിലനിൽപ്പിന്റെയും അടിസ്ഥാനം എന്നത് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കണം. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും നമ്മുടേതായി ഉണ്ടാകുന്ന ചില കഴിവുകളും സൗകര്യങ്ങളും ഒരുപക്ഷെ അള്ളാഹുവിനെ മറന്നു പോകുവാനും അവനിൽ പരിപൂർണമായി നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കുവാനും ഒരുപക്ഷെ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വഅ്തസിമൂ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. വഅ്തസിമൂ ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, അവനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, അവനാണ് നിങ്ങൾക്കെല്ലാം നൽകുന്ന നിങ്ങളുടെ പരിപാലകൻ അള്ളാഹു ആകുന്നു. നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ, എത്ര നല്ല രക്ഷകനാണ് അള്ളാഹു, എത്ര നല്ല സഹായിയാണ് അള്ളാഹു എന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളിലും അവനെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവനിൽ അവലംബിക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക, എല്ലാ പ്രതീക്ഷകളും നമ്മൾ അവനിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രയോഗമാണ് വഅ്തസിമൂ ബിഹബ്ലില്ലാ, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞൊരു പ്രയോഗമാണ് വഅ്തസിമൂ ബിഹബ്ലില്ലാ, അള്ളാഹുവിന്റെ പാശത്തെ, അള്ളാഹുവിന്റെ ദീനിനെ
അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ ചില ശരികൾ ഉണ്ടാകും. ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അത് ശരിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. എന്റെ സ്വകാര്യ ജീവിതം ശരിയാണ്, ഞാനാ ചെയ്യണതൊന്നും ഒരു തെറ്റല്ല, അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക രംഗം ക്ലിയർ ആണ്, ഞാൻ ചെയ്യണതൊന്നും ഞാൻ തെറ്റല്ല. അങ്ങനെ നമുക്ക് നമ്മുടേതായ ശരികൾ, അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നതല്ലാത്ത എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പോരാന്നാണ്. വഅ്തസിമൂ ബിഹബ്ലില്ല, അള്ളാഹുവിന്റെ പാശം, അള്ളാഹ് എന്ത് പറഞ്ഞോ അത് ആ ശരിയിൽ നമ്മൾ നിൽക്കണം. ഏത് ജീവിത സാഹചര്യങ്ങൾ വന്നാലും അതിന് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റൂല. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, അതായത് വളരെ ആഴമുള്ള ഒരു കിണറ്റിലോ അല്ലെങ്കിൽ ഒരു കടലിലോ ഒരു പുഴയിലോ നമ്മൾ അകപ്പെട്ടു പോയാൽ ഇതിന്റെ അടിയിലേക്ക് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി തരുന്ന ഒരു കയറുണ്ടല്ലോ, പുറത്ത് കയറാൻ വേണ്ടി തരുന്ന ഒരു കയർ, ആ കയറിൽ നമ്മൾ എത്ര ജീവരക്ഷയ്ക്ക് വേണ്ടി എത്ര ബലമായി പിടിക്കുമോ അത്ര ശക്തമായി നമ്മൾ ദീനിനെ മുറുകെ പിടിക്കണം. ഈ രണ്ട് കാര്യം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിന്റെ വിജയ പരാജയങ്ങൾ ഈ രണ്ടു കാര്യങ്ങൾ അവലംബിച്ചാണുള്ളത്. നമ്മൾ അള്ളാഹുവിനെ വിസ്മരിക്കുകയും നമുക്ക് കഴിയും, നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. നമ്മുടെ ശരികളാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങളെയും അള്ളാഹുവിന്റെ ദീനിനെയും നമ്മൾ അവഗണിക്കുമ്പോൾ തീർച്ചയായും നമ്മുടേത് ശരിയല്ലെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ, എന്റെ നിലപാട് ശരിയായിരുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്താണ് ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ചേർത്ത് പറയുന്ന കാര്യങ്ങൾ? വമൻ യഅ്തസിം ബില്ലാഹ് ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് അള്ളാഹുവിൽ അവലംബിച്ചും അള്ളാഹുവാണ് എനിക്കെല്ലാം എന്നതിലൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അവൻ യഥാർത്ഥമായ ചൊവ്വായ മാർഗത്തിൽ അവൻ എത്തിയെന്നാണ്. അപ്പൊ ശരിയായ ഒരു ദീനി നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു നിലപാട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിന്റെ നിയമം എല്ലാവരും ഒരുപോലെ പാലിച്ച് ഐക്യത്തോടെ ഭിന്നതയില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഅഖീമുസ്സലാത വആതുസ്സകാം വഅ്തസമൂ ബില്ലാഹി ഹുവ മൗലാക്കും. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങളുടെ രക്ഷകനായ അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, അള്ളാഹു എത്ര നല്ല സഹായിയാണ്, എത്ര നല്ല രക്ഷകനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് നേടിത്തരുന്നതാണ് ഈ നിലപാട് എന്നാണ്. ഫഅമ്മല്ലദീന ആമനൂ ബില്ലാഹി വഅ്തസമൂ ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അവനെ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഫസയുദ്ഖിലുഹും ഫി റഹ്മത്തിൻ മിൻഹു, അള്ളാഹുവിന്റെ അടുക്കുന്നുള്ള കാരുണ്യത്തിൽ അവൻ അവരെ പ്രവേശിപ്പിക്കും. ഫളിൻ, അവന്റെ ഔദാര്യത്തിലും പ്രവേശിക്കും. വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അള്ളാഹുവിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നതാണ്. സ്വർഗം കിട്ടും, പരലോകത്ത് വിജയം കിട്ടുന്ന വേണം. ഈ നിലപാടിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവാണ് എന്റെ രക്ഷകൻ, അവനോട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, അവനിൽ മാത്രമേ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുള്ളൂ, അവന്റെ നിയമങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ തീർച്ചയായും അവൻ സന്മാർഗത്തിലായി, അവന് പരലോകത്തുള്ള വിജയം അതുകൊണ്ട് സാധ്യമാകുമെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അതിന് എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാനും ഒന്നാമത് വേണ്ടത് ആത്മാർത്ഥതയാണ്. വഅഖ്ലസൂലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമാവുക. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾ, അത് ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ പൊതുവെ മറ്റ് അംഗീകാരത്തിന് വേണ്ടിയോ നമ്മുടെ നല്ല വ്യക്തിത്വം നേടിയെടുക്കാനൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നുള്ള അഭിനയങ്ങൾ നമുക്ക് അള്ളാഹുവോട് സാധ്യമല്ലാത്ത കാര്യമാണല്ലോ. അള്ളാഹു അഖ്ലസൂ ദീനഹും ലില്ലാഹ്, ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി വേറെ ഒരു താല്പര്യമില്ലാതെ
നമ്മൾ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും സദക്ക കൊടുക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്ത് പങ്കെടുക്കുകയാണെങ്കിലും ഇതൊക്കെ പടച്ചവനുമായുള്ള എൻ്റെ ആത്മബന്ധത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക് രഹസ്യത്തിലും പരസ്യത്തിലും ആ സൂക്ഷ്മതാബോധം ഉണ്ടാകുമ്പോഴേ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നൊരു പ്രധാനപ്പെട്ട ഉപദേശം. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ ഒരാൾ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല എന്നാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, അള്ളാഹ് നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, അള്ളാഹുവിനെ നീ വേണ്ട രൂപത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും നിന്റെ മുന്നിൽ അവൻ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആശങ്കകളും ഭയങ്ങളും നമുക്കുണ്ട്. രോഗങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ നമുക്കുണ്ട്, അപകടങ്ങളെക്കുറിച്ചുണ്ട്. നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഉണ്ട്, എല്ലാറ്റിനും ഒരു പരിഹാരമായി പടച്ചോനുണ്ട് എന്ന് ശരിക്കങ്ങോട്ട് സ്വീകരിച്ച് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന രംഗത്തും അള്ളാഹുവിനോട് കാണിക്കേണ്ട ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ശരിയായി പോയിക്കോളും എന്നാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഉപദേശം. യഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിച്ചാൽ മതി. വ ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടിയാൽ മതി എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമുക്കൊരു അപകടവും വരാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? തറക്തു ഫീക്കും അംറൈൻ എന്നാണ്. രണ്ട് കാര്യം ഇവിടെ ഉണ്ട്. അള്ളാഹുവിന്റെ പാശം, അള്ളാഹുവിന്റെ ദീൻ, ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് പോണത് എന്ന് നിങ്ങൾ ഉറപ്പാക്കിയാൽ മതി. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ, നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല എന്നാണ്. അതേതാണ്? കിതാബ് അല്ലാഹ് വസുന്നത്ത് നബിയിഹി, അള്ളാഹുവിന്റെ കിതാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് എന്നാ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, അള്ളാഹ്ക്ക് 3 കാര്യം ഇഷ്ടമാണെന്നാണ്. 3 കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? അൻ തഅ്ബുദൂഹു വലാ തുശ്രികു ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നാണ്. വ അൻ തഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? മുറുകെ പിടിക്കുക, അതിന് നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ ശരിയായി മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ എല്ലാം ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ പൂർവികന്മാരായ പ്രവാചകന്മാരൊക്കെ ജീവിതത്തിൽ കരുത്താർജിച്ചത് നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ടായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ സന്ദർഭമാണ് എന്ത്? അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭം. എല്ലാ നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എടുത്തെറിയുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാ, എനിക്ക് അല്ലാഹ് മതി എന്നാണ്. വനിഅ്മൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവനാവുന്ന അള്ളാഹു, എത്ര നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ പിടിച്ചത്. ആ ഒരു മനസ്സാണ്. ഇതേ മനസ്സ് നമുക്ക് പ്രവാചകൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, അവസാന ഘട്ടാണ്. എന്താണ്? ഇനി എന്തായാലും ഈ മൂസയെയും അവന്റെ ആളുകളെയും ഇവിടെ നിർത്തിയാൽ പറ്റൂല എന്ന് തീരുമാനിക്കാണ് ഫിറൗൻ. അങ്ങനെ വമ്പിച്ച പ്രേരണകൾ നൽകി ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാ ബനു ഇസ്രായേലുകാരെയും നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ കൂടി ആട്ടി ഓടിച്ച് കൊണ്ടുപോയിട്ടാണ് കടലിന്റെ അടുക്കൽ എത്തുന്നത്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കതാണ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും, എന്റെ റബ്ബ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു വഴി കാണിക്കുന്ന. അതാണ് വമൻ യഅ്തസിം ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരുത്തിന് ജീവിതത്തിൽ മറ്റൊന്നും ഭയപ്പെടാല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ആത്മപരിശോധന, എവിടെങ്കിലും തകരാറ് പറ്റുമോ? അള്ളാഹുവിനായുള്ള നമ്മുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും തകരാറ് പറ്റുമോ? ഒന്ന് ശിർക്കാണ്. ഒരു നിലക്കും എല്ലാ ബന്ധങ്ങളും അള്ളാഹു വിച്ഛേദിക്കുന്ന ഒന്നാണ് ശിർക്ക്. അതുകൊണ്ട് എന്ത് തന്നെ നന്മയുടെ കൂമ്പാരങ്ങളെ കൊണ്ട് വന്നാലും സ്വർഗത്തേക്ക് പ്രവേശനമല്ല. ഇന്നഹു മയുശ്രികു ബില്ലാഹ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗമല്ലാന്ന്, അവൻ എന്ത് തന്നെ നന്മകൾ കൊണ്ടുവന്നാലും. അതുകൊണ്ട് നമ്മൾ ആത്മപരിശോധന നടത്തുന്നതാണ്. എപ്പോഴും ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ എപ്പോഴും വഴിതെറ്റിപ്പോകുന്നതാണ് ഈ അന്ധവിശ്വാസങ്ങൾ എന്നാണ്. ശിർക്കിന്റെ ചില ആശയങ്ങളിലേക്കും ചില ചിന്തകളിലേക്കും നിരന്തര പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മനുഷ്യൻ ആലോചിക്കും,
പക്ഷെ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും, ഈ പ്രവാചകന്മാർക്ക് വന്ന അത്ര വലിയ പ്രതിസന്ധി ഒന്നുമില്ല നമുക്ക് വരാം, അവിടേക്ക് നമ്മൾ അള്ളാഹുവിനെ വിടുകയില്ല, അള്ളാഹുവിനെ മുറുകെ പിടിക്കും എന്ന് തീരുമാനിച്ചാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, അവൻ നേരായ വഴിയിലേക്ക് നയിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം നമസ്കാരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിസ്കാരം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈമാനിന്റെ മീസാനാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന അളവുകോലാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തിലുള്ള ചിട്ടയും അതിലുള്ള ഭക്തിയും അതിന്റെ അളവുമാണ് നമ്മുടെ ഈമാനെ നിയന്ത്രിക്കുന്ന കാര്യം. ആരെങ്കിലും നമസ്കാരം കരുതിക്കൂട്ടി ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലാ തതുറുക്കന്ന സ്വലാത്ത മക്തൂബ മുതഅമ്മിദൻ എന്നാണ്. കരുതിക്കൂട്ടി ഒരു നിർബന്ധ നമസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. ഫഇന്നമൻ തറക സ്വലാത്ത മക്തൂബ, നിർബന്ധമായൊരു നമസ്കാരം കരുതിക്കൂട്ടികൾ ഒഴിവാക്കുകയാണെങ്കിൽ വഖദ് ബരിഅത് മിൻഹു ദിമ്മത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ദിമ്മത്ത് അവനിൽ നിന്ന് ഒഴിവായത്, അള്ളാഹുവിന് പിന്നെ അവനുമായ ഒരു ബന്ധമില്ലാന്ന്. അത്രമാത്രം പ്രധാനമാണ്. അപ്പൊ നമസ്കാരം എത്രമാത്രം അള്ളാഹുവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നു നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ശിർക്ക് വരാതിരിക്കുക. നമസ്കാരങ്ങൾ അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും നമ്മുടേതായ വളരെ മുന്നിൽ നിൽക്കുന്ന ചില ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേടാൻ വേണ്ടി ചിലപ്പോഴൊക്കെ വ്യക്തമായി നമുക്കറിയുന്ന ചില നിയമങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. നമ്മുടെ ദേഹേച്ഛകൾക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമുക്ക് സ്വന്തം വിജയിച്ച് നേടാൻ പറ്റുന്നതാണോ? അള്ളാഹുവിന്റെ നിയമങ്ങളെ അതിര് വിട്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഒരിക്കലും നമുക്ക് നേടാൻ കഴിയാത്ത സംഗതി. അള്ളാഹു എന്താണോ നമുക്ക് നിർണയിച്ചത്, ആ നിർണയിച്ചതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കാം. അള്ളാഹു എല്ലാം കാണുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും മറികടന്നുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാൻ പറ്റും. മക്കയിൽ നിന്നും മദീനത്തേക്കുള്ള യാത്ര, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു പ്രവാചകൻ ആ പോയത് നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലും ശത്രുക്കളൊക്കെ അത്ര ശക്തമായി വന്നിട്ടും നിർഭയത്വത്തോടുകൂടി നബിക്ക് പോവാൻ കഴിഞ്ഞത് ആ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സൗർ ഗുഹയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന അപകടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും അള്ളാഹു കൂടെയുണ്ട് എന്ന്, മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസി എന്ന നിലക്ക് രണ്ടു കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിരുദ്ധമായി ഞാൻ പോകുന്ന പ്രശ്നം, അതാണ് മുറുകെ പിടിക്കാനാണ്. വഅ്തസിമൂ ബില്ലാഹ്, അള്ളാനെ വിട്ടിട്ടുള്ള പരിപാടി ഇല്ല എന്നാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവാണ് എന്റെ എല്ലാം രക്ഷ എന്നുള്ളത്. രണ്ടാമത്തെ ദീനാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹ്, ദീനിന്റെ നിയമങ്ങളെയും അതിന്റെ കർമ്മങ്ങളെയും അതിന്റെ നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഒരിക്കലും തെറ്റിക്കാതെ ജീവിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുന്നിടത്തോളം കാലം ജീവിതത്തിന്റെ അടുത്ത ഭാവിയിൽ നമുക്കൊന്നും ഭയപ്പെടാല്ല. മരിച്ചു പോയാലും ഖബർ ചെന്നാലും പരലോകത്ത് ചെന്നാലും ഒക്കെ അവിടെയൊക്കെ തന്നെ അള്ളാഹു ആണല്ലോ മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹു. അതുകൊണ്ട് എവിടെ ചെന്നാലും അള്ളാഹു കൂടെയുണ്ടോ, നമുക്കൊന്നും ഭയപ്പെടാനില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുവാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും അവനോട് ചോദിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവനെ സൂക്ഷിക്കുവാനും നമ്മൾ തയ്യാറാവുക. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചും അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, യുദ്ധ സമയത്തുള്ള നമസ്കാരത്തെക്കുറിച്ച് സ്വലാത്തുൽ ഖൗഫ്, യുദ്ധം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട സ്വലാത്തുൽ ഖൗഫിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സൂറത്തു നിസായിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിന് രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ആ നമസ്കാരത്തിന്റെ ഒരു ഭയത്തിന്റെ സന്ദർഭം എന്ന നിലക്ക് പല വിട്ടുവീഴ്ചകളും, നമസ്കാരത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത പല വിട്ടുവീഴ്ചകളും അള്ളാഹു അനുവദിക്കുന്നുണ്ട്. അതായത് ഇമാമിന്റെ കൂടെ ശരിക്കും പൂർണ്ണമായി നിസ്കരിക്കാൻ പഠിച്ചു. ഇമാമിന്റെ കൂടെ രണ്ട് സംഘങ്ങളായി, ഒരു കൂട്ടർ ഒരു റക്കാത്ത് നിസ്കരിച്ചിട്ട് അവർ ഒരു റക്കാത്ത് സ്വന്തമായി നിസ്കരിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത സംഘം വന്നിട്ട് അവര് പ്രവാചകന്റെ കൂടെ നമസ്കാരം പൂർത്തിയാക്കുന്നു.
ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തപ്പോഴും അവരോട് വേണമെങ്കിൽ എന്ത് പറയാം, നിങ്ങൾ പല ഇമാമിങ്ങളുടെ കൂടെ സൗകര്യം പോലെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞൂടെ? ഈ മുഴുവൻ ആളുകളെയും ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോൾ ഒറ്റ ഇമാമിന്റെ കീഴിൽ നമസ്കരിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു ഇമാമിന്റെ കീഴിൽ എങ്ങനെ നിസ്കരിക്കാം എന്നാണ്. എന്തിനാണത്? പല ഉദ്ദേശങ്ങളും അതിനുണ്ട്. ഒന്ന്, ശത്രുക്കള് മൊത്തം മുസ്ലിങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കുന്നത് കാണുമ്പോൾ ശത്രുക്കളെ ഭയപ്പെടുത്താനും അവരുടെ എണ്ണസംഖ്യ അവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിയും. അതിലുപരി ഒരു ജമാഅത്തായി ആയിരിക്കണം നമസ്കാരം നിർവഹിക്കേണ്ടത്. അപ്പൊ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ച കാര്യം ഇതാണ്. നിസ്കാരത്തിന്റെ പല നിയമങ്ങളെയും വിട്ടുവീഴ്ച ചെയ്തിട്ടും ജമാഅത്ത് ഒരു വിട്ടുവീഴ്ച അനുവദിച്ചില്ല. ജമാഅത്ത് വേണ്ടാന്ന് പറഞ്ഞില്ല, ഏറ്റവും സൗകര്യം ജമാഅത്ത് വേണ്ടെന്ന് പറയലാണ്. അങ്ങനെയാണെങ്കിൽ പല ഇമാമിങ്ങളുടെ കീഴിൽ സൗകര്യത്തിൽ നിസ്കരിച്ചാൽ ബാക്കിയുള്ള സൈന്യത്തെ നിരീക്ഷിക്കുവാനും നോക്കാനും ഒക്കെ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് നിർബന്ധമാണെന്ന് പറയുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെയല്ല. ഓരോ വർഷവും പള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമുക്ക് പള്ളികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരം അത് നമ്മുടെ മരണം വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിയായി നിർവഹിക്കും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ്. നിസ്കാരം നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരമാണ് അള്ളാഹുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ പലപ്പോഴും ജുമാ മാത്രം വായിച്ചൊക്കെ ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ജുമാക്ക് മാത്രം, അല്ലെങ്കിൽ മഗ്രിബ് മാത്രം. മഗ്രിബിന്റെ സമയത്തെ കുറിച്ച് പൊതുവെ എന്താ വെച്ചാൽ ആ സമയത്തന്നെ നിസ്കരിക്കേണ്ടതുകൊണ്ട് പല ആളുകളും ആ സമയത്ത് പള്ളിയെത്തും. പക്ഷെ ബാക്കിയുള്ള വക്തുകൾ, പ്രത്യേകിച്ച് ഇശ, അതേപോലെ തന്നെ സുബഹി പോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതും മാത്രമല്ല, ഒരു ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ആ ജമാഅത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലുള്ള നമ്മുടെ നടത്തത്തിനുള്ള ഓരോ അടിക്കുള്ള പ്രതിഫലങ്ങൾ, അത് കാത്തിരിക്കുമ്പോഴുള്ള പ്രതിഫലം, ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്നതിന് 25-27 ഇരട്ടി പ്രതിഫലം, എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഒരു നമസ്കാരത്തിന്. മാത്രമല്ല ഇമാം ആമീൻ പറയുമ്പോൾ അതിന്റെ കൂടെ ഒന്ന് ആമീൻ പറഞ്ഞ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലമാണ് ഒരു ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്താൽ കിട്ടുന്നത്. എന്നിട്ടും എന്താണ് പലപ്പോഴും ആ ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഒരു പക്ഷെ ഒരു മാതിറത്തും ഒരു ഒഴിവും ഒരു ഇളവും അള്ളാഹുവിടെ നമുക്ക് പറയാൻ ഉണ്ടാവൂല. അത്രമാത്രം നമുക്ക് സൗകര്യങ്ങൾ ജമാഅത്ത് നമസ്കരിക്കാണ്ട്. വീട്ടിൽ വാഹനമുള്ളവരാണ് പല ആളുകളും. ഒരേപോലെ നിരന്തരമായി തിരിയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പള്ളികളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയാണ്, വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നമ്മൾ കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കൂലേ, നമ്മുടെ ഒരു ബ്രേക്ക് ഉണ്ടാവൂലേ? ഭക്ഷണം കഴിക്കാൻ ഒരു ബ്രേക്ക് ഉണ്ടാവില്ലേ സുഹൃത്തുക്കളെ? എന്തിപ്പോ നിസ്കരിക്കാൻ ഒരു ബ്രേക്ക്? എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നിങ്ങളിപ്പോ 1 മണിക്ക് ജമാഅത്തിന് വേണ്ടി വരുമ്പോഴാണെങ്കിലും അത് 1:30 നിസ്കരിക്കുകയാണെങ്കിലും സമയമൊക്കെ ഒന്ന് തന്നെയല്ലേ? ആ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കച്ചവടത്തിനും വ്യവസായത്തിനൊക്കെ വരും. അതുകൊണ്ട് ആ സമയം ജമാഅത്തായി നിർവഹിക്കുന്നത് ജമാഅത്തിലല്ലാതെ സ്വഹാബത്ത് നിസ്കരിച്ച ഒരു അനുഭവം അവർക്കില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ ഇത്രമാത്രം കണിശത നമ്മുടെ പൂർവികന്മാർ വഹിച്ച ഈ കാര്യങ്ങളിൽ നമ്മളും കണിശത പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എത്തിക്കുവാനും അള്ളാഹുവോട് അടുക്കുവാനും അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിനെ ദീനിനെ മുറുകെ പിടിക്കാനും അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ നമ്മൾ പ്രായോഗികമാക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഇനിയുള്ള നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ ഞാൻ കണിശമായി പാലിക്കും എന്നൊരു തീരുമാനം എടുക്കുവാനും അടുത്ത അസർ മുതൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഹാഫിദു അല സ്വലവാത്ത്, നിസ്കാരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധ പുലർത്തണം. എന്നിട്ട് വേണ്ട സ്വലാത്തുൽ ഉസ്ത. ഏതാണ് ഉസ്ത? അത് അസ്ർ നമസ്കാരമാണെന്ന് പറയുന്നു. അപ്പൊ അസ്ർ നമസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. മഗ്രിബും ഇശാവും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം പങ്കെടുക്കാൻ പറ്റും. 3 പ്രധാന നമസ്കാരങ്ങൾ പലപ്പോഴും നമ്മുടെ ജോലി സമയങ്ങൾക്ക് ശേഷമുള്ള വിശ്രമ സമയങ്ങളിലാണ്. അതുകൊണ്ട് ശരിയായ ജമാഅത്ത് നമസ്കാരങ്ങൾ ശരിയായി നിർവഹിക്കാനും ഭക്തിയോടെ നിർവഹിക്കുവാനും അതിന്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. നിന്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ടും നിന്നെ മുറുകെ പിടിച്ചുകൊണ്ടും നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും നീ ആശ്വാസവും രോഗശമനവും അള്ളാഹു നീ പ്രദാനം ചെയ്യണമെന്ന്. നമ്മുടെ ഒരു സഹോദരന്റെ കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അവന്റെ പരലോക അള്ളാഹു സമ്പന്നമാക്കി കൊടുക്കുമാറാവട്ടെ. എൻ്റെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവന്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മൗഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ